ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇതാണ് സാംസങ്ങിൻ്റെ ഗാലക്സി S25 എഡ്ജ്. അതായത് സാംസങ്ങിൻ്റെ ഏറ്റവും സ്ലിം ആയിട്ടുള്ളൊരു ഗാലക്സി ഫോൺ. അത് ഒരു പ്യുവർ ഫ്ലാഗ്ഷിപ്പ്. ഇത്രയും സ്ലിം ആയിട്ട് വരുന്നത് ഈ ഒരു ഫോൺ തന്നെയേ ഉള്ളൂ. പൊതുവേ ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്ന് പറയുമ്പോൾ S25 അൾട്ര ആയാലും നല്ല തിക്നെസ് ആണ്, നല്ല വെയിറ്റ് ആണ്. 220 ഗ്രാമിൻ്റെ അടുത്ത് വെയിറ്റ് ഉണ്ട്. iPhone 16 Pro Max ആയാലും വെയിറ്റ് ഉണ്ട്, തിക്നെസ് ഉണ്ട്. പൊതുവേ ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്ന് പറയുമ്പോൾ ഹെവി ഫോണുകളാണ് നമുക്ക് കിട്ടാറുള്ളത്, അത് ഏത് മോഡൽ ബ്രാൻഡ് എടുത്താലും. പക്ഷേ ഇവർ ഒരു വ്യത്യസ്തമായ സമീപനം ഈ സീരീസിൽ ഒരു സ്ലിം ഫോൺ ഇറക്കിയിരിക്കുകയാണ്. അതിൽ 888 പ്രോസർ, 200 മെഗാപിക്സൽ ക്യാമറ സെറ്റപ്പ്, സെയിം ഇതേ ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ, ഇതേ ബ്രൈറ്റ്നസ് ഉള്ള ഡിസ്പ്ലേ. ബാറ്ററി മാത്രം കുറവാണ്, പക്ഷേ ഓൾ ഡേ ബാറ്ററിയാണ്, ഒരു ദിവസം കിട്ടുമെന്ന് അവർ പറയുന്നു. സോ നല്ല സെറ്റപ്പിൽ സ്ലിമ്മായൊരു ഫോൺ. ഞാൻ ഏറ്റവും അധികം ഈ അടുത്ത കാലത്ത് കാത്തിരുന്നൊരു ഫോണാണ്. എൻ്റെ എല്ലാ ഡീറ്റെയിൽസും, അതായത് എല്ലാ ആപ്ലിക്കേഷനിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ലോഗിൻ ചെയ്ത് പക്കവായിട്ട് എടുത്തിട്ടുണ്ട്, ട്രാൻസ്ഫർ ചെയ്തു. iPhone 16 Pro Max ആയിരുന്നു, അതിൽ നിന്ന് ഇതിലോട്ട് മാറിക്കഴിഞ്ഞു. ഉപയോഗിച്ച് നോക്കട്ടെ. കാരണം സ്ലിം എന്നതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ മിസ്സിംഗ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ 1 ലക്ഷം രൂപയുടെ ഫോൺ എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ കുറവാണ്. കാരണം ഒരു ടെലിഫോട്ടോ ലെൻസൊക്കെ നമുക്ക് വേണ്ടതാണ്, അതൊന്നുമില്ല. പക്ഷേ എന്നാലും ഉപയോഗിച്ച് നോക്കട്ടെ. കാരണം ഞാൻ പ്രതീക്ഷിച്ച് കാത്തിരുന്ന ഒരു ഫോണാണ്. അത് എത്രത്തോളം നന്നായിരുന്നുള്ള കാര്യം ഡീറ്റെയിൽഡ് വീഡിയോയിൽ പറയാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വെച്ചു. ഡീറ്റെയിൽഡ് വീഡിയോ വരുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഒരു ടെക് ന്യൂസ് ആണ്. ആദ്യത്തെ ന്യൂസാണ് പറഞ്ഞത് S25 എഡ്ജ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഓൾമോസ്റ്റ് 1 ലക്ഷം രൂപ റേഞ്ചിൽ. നല്ല ഇംപ്രഷൻ എനിക്ക് ഫീൽ ചെയ്തു. ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എനിക്ക് നല്ല അഭിപ്രായമാണ് ഫീൽ ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വെയിറ്റ് ചെയ്യാം. അടുത്തൊരു വാർത്ത എന്ന് പറയുന്നത് Realme GT7 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. 120 FPS ഗെയിം കളിക്കാൻ പറ്റുന്ന അടിപൊളി പെർഫോമൻസ് ഉള്ള ഫോണാണ്. 7000 mAh ബാറ്ററി, 120 വാട്ട് ചാർജിങ്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതാണ് ഐറ്റം നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. ഉപയോഗിച്ച് നോക്കി. ഈ പറഞ്ഞ രീതിയിലുള്ള സെറ്റപ്പുകളൊക്കെ അടിപൊളിയായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേയും എല്ലാം നല്ല സെറ്റപ്പാണ്. എന്തായാലും ഇതിൻ്റെയും ഡീറ്റെയിൽ വീഡിയോ വരുന്നുണ്ട്. സോ സബ്സ്ക്രിപ്ഷൻ ബെല്ലൈക്കണൊന്നും മറക്കണ്ട. ഇനി അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ ഗാലക്സി F56 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. M56ൻ്റെ വീഡിയോ ഓൾറെഡി ചാനലിലുണ്ട്. സോ അതുകൊണ്ട് F56ൻ്റെ രണ്ടാമത് ഞാൻ ചെയ്യുന്നില്ല. കാരണം അത് ആമസോണിൽ കിട്ടും, ഇത് ഫ്ലിപ്കാർട്ടിൽ കിട്ടും. ചെറിയ ചില വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസമില്ല. രണ്ടും സെയിം തന്നെ, ബോത്ത് ആർ സെയിം. സോ M56ൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. സ്പെക്ക് ആണെങ്കിൽ 50 മെഗാപിക്സൽ മെയിൻ ക്യാമറ, സൂപ്പർ AMOLED ഡിസ്പ്ലേ, 5000 mAh ബാറ്ററി, അങ്ങനെ പോകുന്നു. വലിയ സെറ്റപ്പ് സംഭവം ഒന്നും പറയാനില്ല. പക്ഷേ 26 താഴെയൊക്കെ വന്നു കഴിയുമ്പോൾ ഡീസൻ്റ് ആയ ഒരു സാംസങ് ഫോൺ നോക്കുന്നുവെങ്കിൽ ഇത് പരിഗണിക്കാം. ഇനി അടുത്തൊരു വാർത്ത, സാംസങ്ങിൻ്റെ Z Fold 7 അല്ലെങ്കിൽ ഫ്ലിപ്പ് 7 ഒക്കെ ഇറങ്ങാറായി നമുക്കറിയാം. 1-2 മാസം കൂടിയേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ഫ്ലിപ്പ് 7 ഇത്തവണ വരുമ്പോൾ ആ ഒരു പതിവ് ഫോൾഡർ ലൈക്ക് ഡിസ്പ്ലേ ആയിരിക്കില്ല, ഫുൾ സ്ക്രീൻ. നമ്മുടെ മോട്ടോയുടെയൊക്കെ ഒരു ഫുൾ സ്ക്രീൻ കവർ സ്ക്രീനുള്ള ഫ്ലിപ്പ് ഫോൺ ഉണ്ടായിരുന്നല്ലോ, അതേ മോഡൽ ഇത് ഫുൾ സ്ക്രീനിൽ ഡിസ്പ്ലേ ആയിരിക്കും. ക്യാമറ അതിൻ്റെ ഉള്ളിൽ 2 കണ്ണ് പോലെ നിൽക്കും. അങ്ങനെയാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. ലേറ്റസ്റ്റ് ലീക്സ് അങ്ങനെയാണ്. ഫോൾഡിലും വളരെ തിന്നറായ ബെസിൽസും സ്ലിമ്മായ ഡിസൈനും, ക്രീസൊക്കെ കുറയും, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ. ഒപ്പം തന്നെ ആ കവർ സ്ക്രീൻ തിരി വലുതാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് ഫോൾഡിലും. സോ സാംസങ്ങിൻ്റെ ഫോൾഡുകൾ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്, ഫോൾഡും ഫ്ലിപ്പും. സോ ഇത് രണ്ടിൻ്റെയും കുറച്ചും കൂടി ബെറ്റർ വേർഷനാണ് വരാൻ പോകുന്നത്. മാറ്റം ഫീൽ ചെയ്യുമെന്നാണ് മനസ്സിലാകുന്നത്. സോ വരട്ടെ, എന്തായാലും കാത്തിരിക്കാം. ഇനി അടുത്തൊരു വാർത്തയാണ്, വിവോയുടെ V50 എലൈറ്റ് എഡിഷൻ ഇറങ്ങിയിരിക്കുന്നു. ഒന്നും കൂടി ബെറ്റർ ക്യാമറയും ഇത്തിരി സ്പെഷ്യാലിറ്റി ഒക്കെ ആയിട്ടൊരു ഫോൺ, വിവോ V50 തന്നെ. എന്നാലും എലൈറ്റ് എഡിഷൻ ഉണ്ട്, എഡിഷൻ ഇറക്കിയിരിക്കുകയാണ്. വരുന്നുണ്ട്, താമസിയാതെ മാർക്കറ്റിലേക്ക് എത്തും. സോ വെയിറ്റ് ചെയ്യാം. വിവോയുടെ ഫോണിൽ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇത് നല്ല ഫോണാണ് V50. സോ അതിൻ്റെ എലൈറ്റ് എഡിഷൻ കുറച്ചും കൂടി നന്നാവുമെന്ന് പ്രതീക്ഷിക്കാം. സൈസ് കൊളാബറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഇനി അടുത്ത ഒരു ട്രെൻഡിങ് ആവാൻ പോകുന്ന ഒരു ലീക്കല്ല, ഒരു ന്യൂസ് എന്ന് പറയുന്നത്, കാൾപേ അടുത്ത സംഭവം പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. അടുത്ത ഒരു ഹൈപ്പ് തുടങ്ങിയിട്ടുണ്ട്. നത്തിങ് ഫോൺ 3 വരാൻ പോകുന്നു. ഇതൊരു 80,000-90,000 രൂപ റേഞ്ചിലായിരിക്കും വില എന്നാണ് പറയുന്നത്. ഫ്ലാഗ്ഷിപ്പ് ഫോൺ, ഒരു ട്രൂ ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇതിൽ എല്ലാതരം സംഭവങ്ങളും ഉണ്ടായിരിക്കും. അത് ഏറ്റവും നല്ല യൂസർ എക്സ്പീരിയൻസ് തരും. ഇതാണ് വാഗ്ദാനം. പൊതുവെ നത്തിങ് അതാണ് തരാറുള്ളത്. സോ ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്ന രീതിയിൽ വരുമ്പോൾ 888 പ്രോസസ്സറും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. അതിൻ്റെ ഒപ്പം നല്ല സെറ്റപ്പ് ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ ഈ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന ഇമേജ് അതിൻ്റെ ആണോ എന്നൊന്നും അറിയില്ല. കുറച്ച് ലീക്ക് ഇമേജുകൾ പലത് കിടന്ന് നടക്കുന്നുണ്ട്. അത് നോക്കണ്ട, എന്തായാലും വരുന്നുണ്ട് നത്തിങ് ഫോൺ 3. അതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. നത്തിങ് ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ സ്പെഷ്യലായ ഒരു ഐറ്റത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി അടുത്ത ഒരു സംഗതിയാണ്, വളരെ സ്ലിമ്മായ ലൈറ്റ് വെയിറ്റ് ആയ ഫോണുകൾ ഇഷ്ടമുള്ള ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഒരു ഫോണാണ് ഷോമിയുടെ Civi. നല്ലൊരു ഫോണാണ്. Civi 15 Pro എന്ന് പറയുന്ന ഒരു ഫോണാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. അത്യാവശ്യം നല്ല സെറ്റപ്പാണെന്നാണ് കേൾക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 8s Gen 4 പ്രോസസർ ഉണ്ടായിരിക്കും, 16 GB റാം ഉണ്ടായിരിക്കും, Android 15 ആയിരിക്കും, 1.5K വരുന്ന AMOLED ഡിസ്പ്ലേ ഉണ്ടായിരിക്കും, 6000 mAh ബാറ്ററി ഉണ്ടായിരിക്കും. അങ്ങനെ ഒട്ടനവധി നല്ല ഘടകങ്ങൾ Civiയിൽ കേൾക്കുന്നുണ്ട്. Civi 15 Proയിൽ കേൾക്കുന്നുണ്ട്. വരട്ടെ, നല്ല ഇംപ്രഷനുള്ള ഫോൺ തന്നെയായിരുന്നു അത്. സോ ഇതും നന്നാവുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി അടുത്തൊരു ലീക്ക് ആൻഡ് റൂമേഴ്സ് എന്ന രീതിയിൽ പറയാവുന്നൊരു കാര്യമാണ്, Xiaomi 15 Ultra നമ്മൾ കഴിഞ്ഞ ദിവസം റിവ്യൂ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ കമ്പാരിസൺ അവിടെ എടുത്ത് വെച്ചിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ 16ൻ്റെ ലീക്ക് വന്നു കഴിഞ്ഞു. സെപ്റ്റംബറിൽ ലോഞ്ച് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇത് വളരെ തിന്നായ ബെസിൽസോട് കൂടിയ സ്ലിമ്മായ ഒരു ഫോൺ വന്നിട്ട് 8 Elite 2 പ്രോസസ്സറും വെച്ച് കൊണ്ടുവരുമെന്നാണ് കേൾക്കുന്നത്. സോ വരട്ടെ,
നല്ല സെറ്റപ്പ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അല്ല, ഷവമി 15 അൾട്ര എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഫോണായിരുന്നു. അതിൻ്റെ ക്യാമറ കിറ്റും കാര്യങ്ങളൊക്കെ അടക്കമാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക, നല്ല ഐറ്റമാണ്. അതിൻ്റെ മെയിൻ ക്യാമറ ഫോട്ടോസ് മാത്രമാണ് എനിക്ക് സ്വല്പം ഒരു ഇഷ്ടക്കുറവ് തോന്നിയത്. ബാക്കി എല്ലാം കൊണ്ടും സെറ്റപ്പാണ്. സോ ഇത് ഇനിയും കൂടി ഒന്നും കൂടി നന്നാവുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയ ന്യൂസ് എന്ന് പറയുന്നത് ആപ്പിൾ അവരുടെ ഗ്ലാസ്, അത് മറ്റേ VR ഹെഡ്സെറ്റ് പോലത്തെ ഒമ്പൻ സാധനമല്ല, വിഷൻ പ്രോ അല്ല, പകരം സാധാരണ മെറ്റാ ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ നോർമൽ ആയിട്ടുള്ള ഒരു ആപ്പിൾ സ്മാർട്ട് ഗ്ലാസ് വരുന്നുണ്ട്. അതിനുള്ള ചിപ്പ് അവർ തന്നെ മേക്ക് ചെയ്യുന്നുണ്ട്. ഓൺ ചിപ്പാണ് അതിൽ ഇടാൻ പോകുന്നത്. അപ്പോൾ അത് നല്ല സെറ്റപ്പിലൊരു ആപ്പിൾ സ്മാർട്ട് ഗ്ലാസ് വരാൻ പോകുന്നുണ്ട്. മെറ്റയും റേബാനും കൂടിയിട്ടാണ് ഈ ഒരു സംഭവം സക്സസ് ആയിട്ട് അടിപൊളിയായിട്ട് കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കോമ്പറ്റീഷൻ വേണമല്ലോ. ആപ്പിളാണ് അത് കൊണ്ടുവരാൻ പോകുന്നതാണ് മനസ്സിലാവുന്നത്. സാംസങ് എന്താ മിണ്ടാത്തേ? സാംസങ് മിണ്ടേണ്ടതാണല്ലോ. എന്തായാലും ആപ്പിൾ ഇപ്പോൾ ഇറക്കിയിട്ടില്ല, ഇറക്കാൻ പോകുന്നുണ്ട്. മിക്കവാറും അതിന് മുമ്പ് സാംസങ് ഒരു പിടയ്ക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും സ്മാർട്ട് ഗ്ലാസുകൾ സജീവമായിട്ട് മാർക്കറ്റിലെത്തും താമസിയാതെ തന്നെ. ഇനി അടുത്തൊരു കാര്യമാണ്, ഫാൻസിൻ്റെ ഫേവറേറ്റ് ആയ സാംസങ്ങിൻ്റെ S25 FE താമസിയാതെ വരും. എക്സിനോസ് പ്രൊസസ്സർ തന്നെയായിരിക്കും. എക്സിനോസ് 2400 എന്ന് പറയുന്ന അടിപൊളി പ്രോസസ്സറാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നാലും എക്സിനോസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് പലർക്കും ഒരു മടുപ്പാണ്. S25 FE എക്സിനോസ് വെച്ചിട്ട് തന്നെയാണ് വരിക. കഴിഞ്ഞ ദിവസം വരെ അത് ഡൈമെൻസിറ്റി പ്രോസസ്സർ ആയിരിക്കുന്ന രീതിയിലുള്ള വാർത്തയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ബട്ട് ലേറ്റസ്റ്റ് ന്യൂസ്, ഗിഗ് ബെഞ്ച് മറ്റുമൊക്കെ ലീക്കായിട്ട് വന്നിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഇത് പക്കവായിട്ടും എക്സിനോസ് പ്രോസസ്സർ വെച്ച് തന്നെയാണ് വരുന്നതെന്നാണ് മനസ്സിലാവുന്നത്. സോ എക്സിനോസ് വെച്ച് വരുന്നതൊക്കെ ഇഷ്ടപ്പെടുമോ? എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ S20 മുമ്പ് ഇറങ്ങിയിട്ടുള്ള പല എക്സിനോസ് ഫോണുകളും, ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള പല ഫ്ലാഗ്ഷിപ്പ് ഫോണുകളും, ഫാൻ എഡിഷൻ ഫോണുകളായാലും ഒക്കെ നല്ല പെർഫോമൻസ് ആണ് തന്നിട്ടുണ്ടായിരുന്നത്. വിഷയമൊന്നും എനിക്ക് കണ്ടില്ല. മുമ്പ് മോശമായിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോഴേക്കും നന്നായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നാലും നിങ്ങളുടെ താല്പര്യം നോക്കിയിട്ട് മാത്രം ചൂസ് ചെയ്താൽ കേട്ടോ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇതിൽ ലീക്ക് ആൻഡ് റൂമറാണ് എക്സിനോസ് 2400 വെച്ച് വരുന്നുള്ളത്. ഗിഗ് ബെഞ്ച് ലീക്കൊക്കെയാണ്. സോ വെയിറ്റ് ചെയ്യാം. ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയ ഘടകം, iPhone 16 സീരീസ് കഴിഞ്ഞ് 17 സീരീസ് വരുമ്പോൾ അതിൽ 12 GB റാമുള്ള ഫോണായിരിക്കും വരിക. അതായത് AI ഒക്കെ ഒരുപാട് വരികയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 12 GB റാമൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് കേൾക്കുന്നത്. സോ ഹെവി റാമും സ്റ്റോറേജൊക്കെ ആയിട്ട് ഈ കാണുന്ന ഡിസൈനിൽ ഫോൺ വരുമെന്നുള്ളതാണ് ഇൻഫർമേഷൻ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്ത മാസം iOS 19 ബീറ്റ വെർഷനൊക്കെ ഇവിടെ അവതരിപ്പിക്കപ്പെടും. സോ അപ്പോൾ ആപ്പിളിൻ്റെ ഒരു പുതിയ സെറ്റപ്പ് മൊത്തത്തിൽ തുടങ്ങുവാണ്. ബീറ്റ വെർഷൻ തൊട്ടാണല്ലോ അതിൻ്റെ കാര്യങ്ങളങ്ങോട്ട് തുടങ്ങുന്നത്. സോ അടുത്ത iOS 19 ബീറ്റ വെർഷൻ വരുന്നു. ഒപ്പം തന്നെ ഈ ഫോണിൻ്റെ ലീക്കുകൾ ഇങ്ങനെയൊക്കെയാണ്. നല്ല സെറ്റപ്പിലാണ്. ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ന്യൂസ്, OnePlus 13S എന്ന ഫോൺ ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഇതല്ല, ഇത് സാംസങ്ങിൻ്റെ S25. ഈ സംഭവത്തിനുള്ള കോമ്പറ്റീഷനുകൾ മാർക്കറ്റിൽ വളരെ കുറവായിരുന്നു. OnePlusൻ്റെ ഈ 13S കാണുമ്പോൾ എനിക്ക് നല്ലൊരു ഇമ്പ്രഷനാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും സാംസങ്ങിൻ്റെ S25 നല്ലൊരു കോമ്പറ്റീഷൻ ആവാനുള്ള എല്ലാ സാധ്യതയും ഞാൻ അതിനകത്ത് കാണുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഒക്കെ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ട് എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ആ ക്യാമറ മോഡ്യൂൾ നമ്മൾ ഇതിന് മുമ്പ് എവിടെയോ പിക്സൽ ഫോൾഡിലോ മറ്റോ കണ്ട പോലെ ഒരു ഓർമ്മയുണ്ട് ആ ഒരു ഡിസൈൻ. എന്നാലും സംഭവം കലക്കനായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് മോക്സിനോസും കൂടിയാണ്, നന്നായിരിക്കും എക്സ്പീരിയൻസ് ഒക്കെ എന്ന് പ്രതീക്ഷിക്കുന്നു. സോ കോമ്പാക്ട് ഫോണുകൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ S25 തന്നെ കുടുങ്ങിക്കിടക്കുകയാണ് ഒരുപാട് പേര്. അതിനി അങ്ങോട്ട് മാറും. സോ പത്രമാണ് ഇന്നത്തെ കുറച്ച് പ്രധാനപ്പെട്ട ടെക്നോളജി വാർത്തകൾ. കൂടുതൽ വാർത്തകളും മറ്റൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.